ഫോട്ടോഗ്രാഫി എന്നത് എപ്പോഴും പുതിയ പുതിയ ട്രെൻഡുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ പുതുതായിട്ട് നമുക്കറിയാം AI-യുടെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു ഫോട്ടോയുടെ മുഖത്തിൻ്റെ ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശരീരവും നിർമ്മിച്ച് ഏത് ഡ്രസ്സ് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിർമ്മിച്ച് തരുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് ജെമിനി പോലെയുള്ള എന്താ പറയുക, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൽ ഫോട്ടോസിൻ്റെ എവിടെയെങ്കിലും ഒരു പോർഷൻ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ശരീരത്തിലെ മറുക് പോലും എവിടെയൊക്കെ മറുകുണ്ടോ അതുപോലും കൃത്യമായി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരുപാട് വാർത്തകളൊക്കെ വരുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ട്രെൻഡ് വളരെയധികം കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും. സൂക്ക് എന്ന ഹാഷ്ടാഗിൽ വരുന്ന ഈ ഒരു ട്രെൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഒരുപാട് മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സിനോട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ്, അതായത് നമ്മുടെ മലയാളികളല്ലാത്ത ഫോട്ടോഗ്രാഫിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന മറ്റ് രാജ്യത്തുള്ള ആൾക്കാരോട് ചെക്ക് ചെയ്തപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, അതായത് ഒരു ഫോട്ടോഗ്രാഫിൽ ഒരു സമയത്ത് അവർക്ക് എന്തൊക്കെയായിരുന്നു ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നത് എന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് ആ ജനങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ആൾക്കാർക്ക് അതാണ് ഇഷ്ടം. ഈ AI ജനറേറ്ററായിട്ടുള്ള കംപ്ലീറ്റ്ലി പോളിഷ്ഡ് ആയിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലും ഇല്ലാത്ത അത്തരം പടങ്ങൾ പിന്നീട് കാണുമ്പോൾ അതിലൊരു ജാള്യത തോന്നുന്നുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് എന്തായിരുന്നു ഒറിജിനൽ ആ വ്യക്തി ഉണ്ടായിരുന്നത്, ആ സമയത്ത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി പകർത്തി വിത്തൗട്ട് എനി എഡിറ്റിംഗ്, ഈവൻ ഫോട്ടോഷോപ്പിലേക്ക് കയറ്റാതെ സ്ട്രൈറ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്തെടുത്ത് സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് ഈ സൂക്ക് എന്ന് പറയുന്നത്. അതായത് സ്ട്രൈറ്റ് ഔട്ട് ഓഫ് ക്യാമറ എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അൺടച്ച്ഡ് അല്ലെങ്കിൽ അൺഎഡിറ്റഡ് എന്ന രീതിയിൽ വരുന്ന ഈ ഫോട്ടോഗ്രാഫുകൾ. അപ്പോൾ ഇന്ന് ഈ കാലത്തിൽ AI-യുടെ ജെമിനിയുടെ ഈ ഒരു കാലത്തിൽ കടന്നു വരുന്ന ട്രെൻഡ് അൺടച്ച്ഡ് ആണ്. ഇത് മറ്റൊരു കാര്യമുണ്ട്, ഈ ഒരു ട്രെൻഡിന് ആവശ്യക്കാർ വളരെ കൂടുതലുണ്ടെങ്കിലും അത് നമ്മുടെ മുന്നിലേക്ക് പോപ്പപ്പ് ചെയ്ത് വരില്ല. എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ കാരണം ഈ AI-യുടെ സാധ്യതകൾ മാർക്കറ്റിൽ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് തരുന്നുണ്ട്. പക്ഷേ അവിടെ വളർന്നു വരുന്ന മറ്റൊരു ട്രെൻഡ് അത് ആരും മാർക്കറ്റ് ചെയ്യാത്ത, എന്നാൽ അതേ സമയത്ത് വളരെയധികം ട്രെൻഡിങ് ആയിട്ട് കയറി പോകുന്ന ഒരു സംഭവം കൂടിയാണ്. സൂക്ക് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ജസ്റ്റ് ഹാഷ്ടാഗ് SOOC എന്നടിച്ചു കഴിഞ്ഞാൽ ഈ കുറേ ഫോട്ടോസ് നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ഭംഗിയില്ലല്ലോ, എന്തൊരു ഫോട്ടോയാണിത് എന്നുള്ളത്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ നിങ്ങളുടേത് ഒറിജിനലായിട്ട് വിത്തൗട്ട് എനി എഡിറ്റ്, ഈവൻ ഐഫോൺ ഉപയോഗിക്കാതെ സാധാ ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു വയ്ക്കുക. 10 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഉണ്ടാവുക, ഒരു മനസ്സിന് ഭയങ്കര തൃപ്തി ഉണ്ടാവും. കാരണം ഞാൻ എന്തായിരുന്നോ 10 വർഷം മുമ്പ് അതാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ഒരു ട്രെൻഡിൻ്റെ കൂടെയാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മലയാളികൾക്കിടയിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നൈമിഷികമായിട്ടുള്ള കുറച്ച് സമയത്ത്, ഒരു വെഡ്ഡിങ് ആണെങ്കിൽ കൂടി വന്ന് ഒരാഴ്ചത്തേക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുള്ള കണ്ടന്റ് എന്നതിനപ്പുറത്ത് അതിനൊരു ഓർമ്മകൾ നിലനിർത്തുന്ന ഒരു സംവിധാനമായിട്ട് ഇപ്പോൾ എവിടെയും കാണുന്നില്ല. മുമ്പൊക്കെ ആൽബം പ്രിൻ്റ് ചെയ്ത് വളരെ കെയർഫുള്ളായിട്ട് അലമാരിയിൽ ഡസ്റ്റ് പ്രൂഫായിട്ടൊക്കെ സൂക്ഷിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി. ഇപ്പോൾ ആരും പ്രിൻ്റ് ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണ്, അതും പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ പ്രിൻ്റ് ചെയ്തിട്ട് സൂക്ഷിക്കുന്ന അപൂർവം ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി എല്ലാവരും തന്നെ ഡിജിറ്റൽ ഫോർമാറ്റിൽ ഫോട്ടോസ് എടുക്കുക, അത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, 2 ദിവസം കഴിയുമ്പോൾ അത് മറന്നു പോവുക, അതിനങ്ങ് വിട്ടേക്കുക. കാരണം ഇതിനൊരു വാല്യൂ കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന അതിനകത്ത് കുറേയേറെ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് തോന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ എടുത്തത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്, എൻ്റെ ഒരു ഫോട്ടോ ഇതാണ് ഞാൻ എന്ന്. ഈ സൂക്ക് മോഡിൽ ഫോട്ടോ എടുക്കാൻ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, അത് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നേക്കാം. ഒന്ന്, ഫോട്ടോഗ്രാഫറിന് അത്രയും നല്ല സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് സൂക്കിൽ നല്ലൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അയാൾ എടുക്കുന്ന എക്സ്പോഷർ, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ മനോഹരമായൊരു ഫോട്ടോ അയാൾക്ക് കിട്ടുള്ളൂ. രണ്ടാമതൊരു കാര്യം, മോഡലായിട്ട് നിൽക്കുന്ന ആരുടെയാണോ ഫോട്ടോ എടുക്കുന്നത് അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അവരുടെ ഈ സൂക്കിൽ വരുന്ന ഫോട്ടോസ് അത്യാവശ്യം കൊള്ളാവുന്നതായിരിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്നതായിരിക്കും എന്നൊരു ആത്മവിശ്വാസ കുറവുണ്ടെങ്കിൽ അവരും ഈ ഒരു ഫോട്ടോഗ്രാഫി ട്രെൻഡിൻ്റെ ഒപ്പം നിൽക്കില്ല. കാരണം ഏറ്റവും പുതിയത്, ഏറ്റവും പോളിഷ് ചെയ്ത്, ഏറ്റവും മേക്കപ്പ് ചെയ്ത്, ഏറ്റവും സോഫ്റ്റൻ ചെയ്ത ഇമേജ് മാത്രം മറ്റുള്ളവരിൽ കാണിക്കുക എന്നുള്ള ഒരു മനസ്ഥിതിയാണ് ഇപ്പോൾ കൂടുതൽ പേർക്കുള്ളത്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ റവന്യൂ ഷെയറിങ് വരുന്ന ഈ കാലത്ത് അത്തരം ട്രെൻഡിലാണ് ജനങ്ങൾ പോകുന്നത്. പക്ഷേ നമ്മളറിയാതെ വിദേശ രാജ്യങ്ങളിലെല്ലാം മറ്റ് റിയൽ ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു ട്രെൻഡ് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഒന്ന് SOOC ഹാഷ്ടാഗ് ഇട്ടിട്ട് SOOC
SOOC സൂക്ക് എന്നുള്ളത് ഒന്ന് അടിച്ച് നോക്കുക. ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. എല്ലാം തന്നെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഇത് ശരിക്കും എന്തൊരു ഫോട്ടോയാണ് എന്ന രീതിയിൽ നമുക്ക് തോന്നും. പക്ഷേ അതാണ് ട്രെൻഡ്. 10, 15, 20 അല്ലെങ്കിൽ ഒരു 100 വർഷം കഴിഞ്ഞിട്ട് മറ്റൊരാൾ കാണുമ്പോൾ അന്ന് ഇതായിരുന്നു. ആ ഫോട്ടോന് ഒരു വിശ്വാസ്യതയുണ്ട്. AI ജനറേറ്റ് ചെയ്യുന്ന ഫോട്ടോസിന് യാതൊരു വിശ്വാസ്യതയില്ല. എന്തായാലും നമ്മളുടെ മനസ്സിലുള്ള ഇമാജിനേഷനാണ് ചിത്രങ്ങളായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ റിയാലിറ്റിയിൽ എന്തായിരുന്നോ അപ്പോൾ ഉണ്ടായിരുന്നത് അത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുന്നു. ഇതിന് ഫോട്ടോഗ്രാഫേഴ്സിന് നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോ എടുക്കാൻ അറിഞ്ഞിരിക്കണം. ടെക്നിക്കലി അയാൾ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ SOCയിൽ സക്സസ്ഫുൾ ആയിട്ട് അയാൾക്ക് മുന്നേറി പോകാൻ പറ്റുള്ളൂ. രണ്ടാമത്തേത് മോഡൽസും വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. കൃത്യമായ, അതായത് കാണാൻ എല്ലാവരും കാണാൻ ഭംഗിയുള്ളവർ തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ എങ്ങനെയാണോ നമ്മളെ കാണുന്നത്, അത് അവർ കമ്പയർ ചെയ്യുന്ന ചില മാനദണ്ഡങ്ങളുണ്ടാകും. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി കാണാൻ ഭംഗിയില്ലാന്നോ കാണാൻ കൂടുതൽ ഭംഗിയുണ്ടോ എന്ന രീതിയിൽ അവർ അതിനെ തരംതിരിച്ച് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ കണ്ണിൽ, കൂടുതൽ പേരുടെയും കണ്ണിൽ കാണാൻ ഭംഗിയില്ല എന്ന് തോന്നുന്ന മോഡൽസ് അല്ലെങ്കിൽ എന്ന് തോന്നുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും AI ആശ്രയിക്കുന്നത്. കാരണം അവർക്കറിയാം അവരുടെ ഫോട്ടോ മറ്റുള്ളവർക്ക് ഇഷ്ടം അല്ല, അല്ലെങ്കിൽ അവർ അത് അംഗീകരിക്കില്ല എന്നുള്ളത്. അപ്പോൾ അവർ ബ്യൂട്ടിഫൈ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പമ്പ് ചെയ്യും. പക്ഷേ റിയാലിറ്റിയിൽ ഏതെങ്കിലും ഒരു വെഡ്ഡിങ്ങിനോ ഇവൻറ്റിനോ അവർ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ചില്ല് കൊട്ടാരം തകർന്നടിയുകയും ചെയ്യും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിക്ക് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ നിന്നെല്ലാം ഒരു മോചനമാണ് ഈ സൂക്ക് എന്ന് പറയുന്ന ട്രെൻഡ്. അപ്പം ഇനിയുള്ള യാത്ര നമുക്ക് സൂക്കിൻ്റെ കൂടെ ആവാം. AI വെല്ലുവിളിച്ചു കൊണ്ടുവരുന്ന ഈ ഒരു സൂക്കിൻ്റെ ഇതിൻ്റെ കൂടെ നമുക്കും യാത്ര ചെയ്യാം. അപ്പോൾ സൂക്കിൽ നിങ്ങൾ എടുത്ത ഫോട്ടോ സ്ട്രൈറ്റ് ഔട്ട് ഓഫ് ക്യാമറ എന്നതാണ് സൂക്കിൻ്റെ ഫുൾ ഫോം. എടുത്ത ഫോട്ടോ വിത്തൗട്ട് എനി എഡിറ്റിംഗ്, ക്രോപ്പിംഗ് പോലും ചെയ്യാതെ നേരിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ച വയ്ക്കുന്ന അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുന്ന ഒരു രീതിയെയാണ് സൂക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളും സൂക്ക് പരീക്ഷിക്കുക. സൂക്ക് ചെയ്യുന്നവർക്ക് നല്ല സ്കിൽസ് ഉണ്ടായിരിക്കണം. ടെക്നിക്കലി അയാൾ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് നല്ല പടങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അണ്ടർ എക്സ്പോസ്ഡ് ആയതോ അല്ലെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആയതോ ബ്ലറായ ചിത്രങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ നല്ല സ്കിൽഫുൾ ആയിരിക്കണം. സോ അതിനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൊച്ചിയിൽ നമ്മുടെ ഫോട്ടോ വാക്ക് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഒക്ടോബർ 1 മുതലാണ് ഇത് സ്റ്റാർട്ടാവുന്നത്. ഇതിൻ്റെ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേരൻറ്റ് ഡീറ്റെയിൽസ് ഒരു പ്രാവശ്യം കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു പ്രാവശ്യം മാത്രം കൊടുത്താൽ അതിന് ശേഷം വരുന്ന പേജിൽ നിങ്ങൾക്ക് ഒരു കലണ്ടർ ഉണ്ടാവും. ഏതൊക്കെ ഡേറ്റിനാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളത് ആ ഡേറ്റുകൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഈവൻറ്റിൽ പങ്കെടുക്കാം. അപ്പോൾ എല്ലാവരും പരമാവധി ഫോട്ടോഗ്രാഫി നമ്മൾ ഇടുങ്ങിയ ക്ലാസ് റൂമിലിരുന്ന് തിയറി തിന്നതെന്ന് തലച്ചോറ് നിറക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ക്യാമറ എടുത്ത് ഫീൽഡിൽ ഇറങ്ങി ഫോട്ടോ എടുത്തിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ എല്ലാവരും വരിക. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ സൂക്ക് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫി പഠിച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റും. ഈവൻ ലൈറ്റ് നൈറ്റ് ഫോട്ടോഗ്രാഫി പോലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം കൂടുതൽ ടോപ്പിക്കുകൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ എല്ലാവരും സൂക്ക് ട്രൈ ചെയ്യുക. സൂക്കിൻ്റെ ട്രെൻഡ് ഒന്ന് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക. റൈറ്റ്. അപ്പോൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും പുതിയ ട്രെൻഡും ടെക്നിക്കും അതേപോലെ ട്യൂട്ടോറിയൽസൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.